മോർണിംഗ് കൊച്ചി. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ കൺമണി. ഇത് റേഡിയോ സിറ്റി FM 91.1. എല്ലാവരുടെയും ശ്രദ്ധ ചെറുകിട ചായക്കടകളിലും സലൂണുകളിലും കാറുകളിലെ റേഡിയോകളിലേക്കും നീങ്ങി. അവരുടെ പ്രിയപ്പെട്ട ആർജെ കേൾക്കാൻ ഇയർഫോണുകളും എയർപോഡുകളും ധരിച്ചിരുന്നു. അതെ, ഇന്നത്തെ സ്ട്രെങ്ത് ഓഫ് ദി ഡേ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രണയം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതം. സോ എല്ലാ പ്രണയത്തിന്റെ അവസാനം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിറ്റി FM 91.1. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ കൺമണി. ആർജെ കൺമണി എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും വലിയ സെൻസേഷനിൽ ഒരാളാണ് അവൾ. ഇപ്പോഴും അവളുടെ ശബ്ദത്തെ പരിഹസിക്കുന്ന ചിലരുണ്ട്, പക്ഷേ അതൊന്നും അവൾ കാര്യമാക്കാറില്ല. വെൽക്കം ബാക്ക് ടു റേഡിയോ സിറ്റി FM 91.1. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ കൺമണി. എല്ലാവരും സോങ് ആയിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ വിത്തൗട്ട് എനി ഡിലേ നമ്മുടെ ഫസ്റ്റ് കോൾ പോവാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹായ് കൺമണി, എൻ്റെ പേര് തസ്നി. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. താങ്ക് യു സോ മച്ച് തസ്നി. തസ്നി എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യാണ്. ആൻഡ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു കൺമണി. ചോദിച്ചോളൂ. നിങ്ങൾ ചെയ്യുന്ന ഷോ പ്രണയത്തെക്കുറിച്ചാണ്. ഡെയിലി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കുറെ പേർക്ക് ലവ് ഐഡിയാസ്, സജഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കൺമണി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? കോച്ചസ് ഡോണ്ട് പ്ലേ. നോ കൺമണി, എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. യുവർ ഫാൻസ് വാണ്ട് ടു നോ. പ്രണയം ഇഷ്ടമാണ്, പ്രണയിക്കാനും ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതേപോലെ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ വരണം. സോ ഇതുവരെ അങ്ങനെ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. വന്നാൽ ഉറപ്പായും പ്രണയിച്ചിരിക്കും. സൂപ്പർ കൺമണി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് തസ്നി. തസ്നിക്ക് വേണ്ടി നല്ലൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് റേഡിയോ സിറ്റി FM 91.1. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ കൺമണി. சொல்லும் முன்னே என் பிள்ளைக்கு தாய் என்று ஆனாயே நீ அன்று ஏனென்று நான் கேட்கும் முன்னே நீ என் காதின் ஓரத்தில் முத்தத்தில் சொன்னாயடி. மடி மீது கிடத்தி தலை கோதினாய் உன் காதலால் என் காய மாற்றினாய். എന്താടാ അത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അവിടെ നോക്ക് ചേച്ചി, എന്റെ ഗ്രേസാ എന്ത് സ്റ്റൈലാ സംസാരിക്കുന്നത്. കൺമണി പോലെ ആവണം. ആഹാ, അപ്പൊ സാറിന് സംസാരിക്കാൻ അറിയില്ല? അങ്ങനല്ല, കൺമണിയുടെ സ്റ്റൈല് വേറെ ലെവല്. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എടാ മോനെ, നീ അവളെ നോക്കിയിരുന്നാൽ മതി. അടുത്തത് നിന്റെ ഷോയാ. ബി പ്രിപ്പയർ. ഇതിനൊക്കെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യോ? ആ ഫ്ലോർ എന്ത് വരുന്നു അതങ്ങ് പറഞ്ഞിട്ട് വരണം. ഹായ്. അടിപൊളി കൺമണി, വേറെ ലെവല്. താങ്ക്സ്. എന്ത് പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. എപ്പോഴത്തെയും പോലെ ചേച്ചി. ആഹാ, എപ്പോഴത്തെയും പോലെ താങ്കളുടെ യൂസ്റ്റർ പുതിയ വരനെ കണ്ടുപിടിച്ചോ? ഓക്കെ, ഇനി എന്താ പ്ലാൻ? എന്ത്? എപ്പോഴത്തെയും പോലെ എന്തെങ്കിലും നുണ പറഞ്ഞ് പേടിപ്പിച്ച് വിടണം. ഇതൊന്നും കൺമണിക്ക് പുതിയ കാര്യങ്ങളേ അല്ല. കൺമണിക്ക് അറേഞ്ച് മാരേജിനോട് യാതൊരു താല്പര്യമില്ല. എപ്പോഴൊക്കെ അവളോടൊക്കെ ചേട്ടൻ പറഞ്ഞ് പെണ്ണ് കാണാൻ ചെക്കൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ചില സമയങ്ങളിൽ അവളുടെ കല്യാണം കൂടി കഴിഞ്ഞതാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണെന്ന്. എല്ലാം സഹിക്കാം, പക്ഷെ
ഒരിക്കലും അവൾ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവളെ ചേട്ടനും ചേട്ടത്തിയും അവൾക്ക് ചെറുക്കൻ നോക്കുന്നതിൽ നിന്ന് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, നിന്റെ ചേട്ടന് നിന്റെ കല്യാണം കഴിച്ച് കാണാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കൂടെ? പറ്റില്ല പറ്റില്ല. അറേഞ്ച് മാരേജോ? നോ വേ. ഇത് നോക്ക് ചേച്ചി. മോളെ ആ പറഞ്ഞു തോലക്ക്. ദേഷ്യാണോ? പിന്നെ എന്താ ഇത്? ഞാൻ പറഞ്ഞല്ലേ ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാന്ന്. പിന്നെ എന്തിനാടാ യൂസ് പോയിട്ട് നിനക്ക് ഇത് തന്നെയാണോ പണി? ഒരു വർഷമായിട്ട് നീ ഈ ഡയലോഗ് തന്നെയാ മോളെ പറയുന്നേ. നീ നോക്കുന്ന പോലെ തോന്നിയില്ല, അതാ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചേ. നീ ഹെൽപ്പ് ചെയ്ത് തന്നെ ധാരാളം. ഏട്ടത്തിക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൺമണി. ജസ്റ്റ് ഒന്ന് പോയി സംസാരിക്കുന്നില്ലേ എന്നിരിക്കുന്നു. ഏട്ടത്തി യൂട്യൂബ്. ശരി ഞാൻ വെക്കാം. വെക്കലേ ഇപ്രാവശ്യം വന്ന് ചേർക്കണേ തള്ളി പറിച്ച് പേടിപ്പിച്ച് വിടല്ല മോളെ. പെണ്ണ് കണ്ട് പോകുന്നവരൊക്കെ എന്നെ പ്രാഗ്യ പോകുന്നേ. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ലേ, ഓക്കേ? ആ ആലോചിക്കാം. ബൈ ഏട്ടാ. ബൈ ഏട്ടത്തി. ലവ് യു ബോത്ത്. ലവ് യു ടു. പോയ കാര്യം എന്തായിന്ന് മറക്കാതെ ഫോൺ വിളിച്ച് പറയണേ. ആ ശരി ബൈ. അക്ഷയ്, ചേച്ചി ഞാൻ ഇറങ്ങാം. സാർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നാളെ കാണാം. അപ്പോ ശരിക്കും പോവാണോ? കർത്താവേ, നീ ആ ചെറുക്കനെ ബാക്കി വെച്ചേക്കണമേ. ആമേൻ. ഇതെന്ത് പാട്ടായത്? ഈ പാട്ട് പോലും പപ്പത്തറിയില്ലേ? ആരവേ മുടിയുമ്പോ കളിക്കല്ലേ? എന്റെ ഹൈഷുകുട്ടിക്ക് ഇപ്പോഴും ദേഷ്യം മാറിയില്ലേ? ഇപ്പോഴും പറഞ്ഞിരിക്കുന്നല്ലോ. ഓ പപ്പ, നമ്മുടെ പഴയ വീട്ടിലാ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉള്ളത്. ഞാൻ അവരെ നല്ലോണം മിസ് ചെയ്യും. നമ്മളിതിനെപ്പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ ഷൂട്ടി? നിന്റെ സ്കൂൾ ഇവിടെ അടുത്താണ്, എന്റെ കഫേ ഇവിടെ അടുത്താണ്. നമുക്കൊരു ചേഞ്ച് വേണ്ടേ? ഓ പപ്പ. അതും പറഞ്ഞ് അവൾ കാറിൽ നിന്ന് ഇറങ്ങി. എത്ര നാളായിടത്? അവള് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 6 വർഷമായി. ഇനി നീ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല. അവളെ ആലോചിച്ച് ലൈഫ് ഫുൾ ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? എനിക്കറിയില്ല, എനിക്ക് വയ്യ. വീണ്ടും ഒരു കല്യാണം പറ്റില്ലടാ എനിക്ക്. നീ നിന്റെ കാര്യം വിട്. നീ ആയുഷ്യെ കുറിച്ച് അറിയിച്ചു നോക്ക്. അവളിങ്ങനെ അമ്മയില്ലാതെ വളരണം. അതൊരു കൊച്ചാടാ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം മറ്റു കുട്ടികളെ അമ്മമാരെ കണ്ട് അവള് വിഷമിക്കില്ലേ? പ്ലീസ് ഡാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ആയിഷയ്ക്ക് വേണ്ടിയെങ്കിലും
എനിക്ക് കുറച്ച് ടൈം വേണം. ഇത് ആവശ്യം മാത്രം ബന്ധപ്പെട്ട കാര്യമില്ലടാ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും ബന്ധപ്പെട്ടുള്ളതാണ്. ആയുഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ അവൾ ത്യാഗം ചെയ്യരുത്. അങ്ങനെ എങ്ങാനും കല്യാണത്തിന് ശേഷം ചിന്തിച്ചാൽ അതെല്ലാവരെയും ബാധിക്കും, പ്രത്യേകിച്ച് ആയുഷയ്ക്ക്. അതുകൊണ്ട് എനിക്ക് സെൽഫിഷ് ആവാൻ പറ്റില്ലടാ. എനിക്ക് കുറച്ച് സമയം വേണം. എന്തായാലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് നന്നായി. ഒരു ചേഞ്ച് നല്ലതാ. മുന്നോട്ട് പോകുവാൻ പേടിച്ച് അവിടെ മടിച്ചു നിൽക്കുകയായിരുന്നു അവൾ. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരവൾ അവിടെ പുറകിലുണ്ടെന്ന് മനസ്സിലായി. അവൾ പുഞ്ചിരി മറച്ചു പിടിച്ച് മുന്നോട്ട് ഓടി. ആരോ അവളുടെ പിറകെ പോയി. പപ്പ ചിരിപ്പിക്കാൻ നോക്കണ്ട. ആയിഷക്കുട്ടി, ഇവിടെ നോക്ക്. ഈ വീട് ഉറപ്പായിട്ട് നമുക്കിഷ്ടമാവും. എൻ്റെ ആയിഷക്കുട്ടിക്കും ഇഷ്ടമാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം, നമുക്ക് ആഴ്ചയിലേക്ക് അവരെ കാണാൻ പോവാം. പിന്നെ ഇവിടെയും പുതിയ ഫ്രണ്ട്സിനെ കിട്ടില്ലേ? പ്ലീസ് പ്ലീസ്, പപ്പയ്ക്ക് വേണ്ടിയല്ലേ? എന്തിനാ കരയുന്നേ? എനിക്കിവിടെ ഇഷ്ടായി. പപ്പ കരയല്ലേ? എന്നോട് സംസാരിക്കാതെ ഇരുന്നില്ലേ? സോറി ആരവേ, ഇതിനൊക്കെയാണോ കരയുന്നേ? ചെറിയ കുട്ടികളെ പോലെ. അയ്യോ പപ്പ, എന്ത് പറ്റി മോളെ? എന്റെ ടോയ്സ് ഞാൻ കാറിൽ വെച്ച് മറന്നുപോയി. അതിനവൻ മറുപടി പറയുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞിരുന്നു. പതുക്കെ ഓടടാ. പപ്പ 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 പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ, എനിക്ക് 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 പപ്പ പ്ലീസ്, പപ്പ പ്ലീസ്, എനിക്ക് താ ബോക്സ്. ഇതൊക്കെ നല്ല വെയിറ്റാ. ഇതാ, ഇത് സ്മോൾ കവറാ. ഇത് നീ പിടിച്ചോ. അവൾ ആ ചെറിയ കവർ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ടെടുത്തു. ആരവേ, എപ്പോ എത്തി? അയ്യോ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അവൾ പതുക്കെ നടന്നു. പപ്പ ഇതാരോടാ സംസാരിക്കുന്നേ? അതും പറഞ്ഞ് അവൾ തിരിഞ്ഞതു. അയ്യോ, സോറി സോറി സോറി. തനി
ഓക്കെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പുതിയ താമസക്കാരാണോ? അവൾ അതിന് തലയാട്ടി. മോളുടെ പേരെന്താ? സ്ട്രേഞ്ചേഴ്സിന്റെ പേര് പറയരുതെന്നാ പപ്പ പറഞ്ഞിട്ടുള്ളത്. ഞാനും ഇതേ അപ്പാർട്ട്മെന്റാ. ഐ കൺമണി. ഇപ്പോ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ. മൈ നെയിം ഈസ് ആഷി. ഫ്രണ്ട്സ്? ഞാൻ നിങ്ങളെ എന്താ വിളിക്കണ്ടേ? കൺമണി എന്ന് വിളിച്ചോ. ഓക്കെ കൺമണി. കൺമണി അവളെ വാച്ചിലേക്ക് നോക്കി. അയ്യോ, എനിക്ക് പോണല്ലോ. നമുക്ക് വന്നിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഐഷുകുട്ടി പോവാം. ആരവേ, എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ. എത്ര പെട്ടെന്ന് ഫ്രണ്ടോ? ഓക്കെ, എന്നിട്ട് അവരെന്താ പറഞ്ഞേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. കാണാനൊരു കോട്ടൺ ക്യാൻഡി മാതിരി ക്യൂട്ടായിട്ടുണ്ട് അരവേ. ഓക്കെ, നമുക്ക് പോയാലോ? പപ്പ, എന്റെ റൂമിൽ എന്റെ ടോയ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്താലോ? പപ്പയ്ക്ക് കുറച്ച് പണിയുണ്ട് കഫേയിൽ. നമുക്ക് പോയിട്ട് വന്നത് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പം ആയിഷക്കുട്ടി നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ. ഞാൻ കഫേയിൽ പോയി വന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ? പപ്പ എന്തെങ്കിലും മറന്നോ? അതെങ്ങനെ മറക്കാനാ? മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ലവ് യു ആയിഷക്കുട്ടി. ലവ് യു ടു പപ്പ. കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനിൻ നല്ലാരോമൽ വാവേ. ചന്ദനത്തെന്നലിൽ ചാമരം വീശി വന്നോരോ രാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ. പിച്ച പിച്ച വെക്കും കൺമണിയേ എന്മിഴി തന്നിലെ കൃഷ്ണമണി നീ. അവൾ ഉറങ്ങിയതും ആരവ് അവളെ എടുത്ത് അവിടെ നിന്നിറങ്ങി. മോനെ ആരവേ, ഇറങ്ങുവാണോ? മോളിറങ്ങി. ഒന്ന് നോക്കണേ. ഇതിലെന്തിരിക്കുന്നു മോനെ? വാ, അകത്തോട്ട് വാ. ശോഭമ്മ അവരെ അകത്തോട്ട് വിളിച്ചു. ആരവ് ആയുഷയെ അവിടെ ബെഡിൽ കിടത്തി. പെട്ട എഴുന്നേറ്റ് കറിഞ്ഞ എന്തെങ്കിലും മെലഡി സോങ്സ് വെച്ച് കൊടുത്താൽ മതി, ഉറങ്ങിക്കോളും. പിന്നെ മോൾ എഴുന്നേറ്റ് എന്നൊന്ന് വിളിക്കണേ, ഞാൻ വേഗം വരാം. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ ചോദിക്കുകയാണെങ്കിൽ പാലിലിത് കലക്കി കൊടുത്താൽ മതി. എന്നാ ഇതിൽ അവളുടെ കൊക്കോ പൗഡർ, ബിസ്ക്കറ്റ് ഒക്കെ എല്ലാം ഉണ്ട്. വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എന്നൊന്ന് വിളിച്ചാൽ മതി. ഒന്ന് നോക്കണേ. എന്തിനാ മോനെ ഇതെല്ലാം? ഞാൻ എന്താ മോളെ നോക്കില്ലേ? ഇതൊക്കെ എന്തിനാ? ഇവിടെയല്ലേ പാലും ബിസ്ക്കറ്റൊക്കെ? അതല്ല, ഞാൻ ഇനി അതൊന്നും ആലോചിക്കണ്ട. നീ എപ്പോൾ വേണമെങ്കിലും മോളെ ഇവിടെ ആക്കിയിട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. നോ ടെൻഷൻ അടിക്കണ്ട. എന്തുണ്ടല്ലോ അമ്മയോട് പറഞ്ഞാൽ മതി. അവനതിന് മറുപടിയായി തലയാട്ടി. ശോഭമ്മയുടെ കരുതൽ കണ്ടപ്പോൾ അവൻ അവൻ്റെ അമ്മയെ അവനൊന്ന് ഓർത്തുപോയി. വർഷങ്ങളായി അവൻ അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ട്. എന്നാ ശരി അമ്മേ, നോക്കിക്കോണേ. ദി പർപ്പിൾ എക്സ്പ്രസ്.
എവിടെയാണോ എന്തോ, അരമണിക്കൂർ ലേറ്റാ. പോയി കാണോ? ഇങ്ങനെ ഇതുവരെ പോലില്ലേ? വെയിറ്റ് ചെയ്ത് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോകുന്ന വിചാരിച്ച്. അത് അരമണിക്കൂർ ലേറ്റായി വന്നത്. അത് വെറുതെ അല്ല എന്റെ കുഞ്ഞികൃഷ്ണ. എക്സ്ക്യൂസ് മീ. ഓർഡറാ? ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല. കൺമണി. സോറി, എൻ്റെ ടീം വേറെയാ. അങ്ങനെ. ഹലോ, എന്റെ പേരാണ് പറഞ്ഞത്, കൺമണി. കൺമണി, നീരജ്. സോറി, ഐ ജസ്റ്റ് വീഡിയോ ഗെയിം. ഇത്ര നേരമായിട്ട് കാണാതായിപ്പോ ജസ്റ്റ് ഫോർ ടൈം പാസ്. പ്ലീസ് ടേക്ക് എ സീറ്റ്. ഓർഡർ പ്ലീസ്. 2 cappuccino. ഓക്കെ സർ. എനിക്കെന്താ വേണ്ടെന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. വീട്ടിലെല്ലാരും തന്നെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടായി. പിന്നെ എനിക്കും. അങ്ങനെ അവൾക്കൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ അവൻ അവന്റെ സംസാരം തുടർന്നു. അപ്പോ മാരേജിന് ശേഷം ആർജയെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, മാരേജിന് ശേഷം ഈ മീഡിയ ആർജെ ഇതൊന്നും സെറ്റാവില്ലല്ലോ. നാളെ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ? മാരേജിന് ശേഷം താൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആക്ച്വലി നീരജ്, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. അതിനാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നേ. എന്തായാലും പറഞ്ഞോ. ഐ എം ആക്ച്വലി വെരി ഈസി ഗോയിങ്, യു നോ. അത് മനസ്സിലായി. നീരജ്, എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. എന്താ, പ്രാങ്കാണോ? അയ്യോ അല്ല, ഐ എം സീരിയസ്. Don't try to fool me, കൺമണി. നിന്റെ ചേട്ടനല്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ തിണ്ടി. അല്ല, സത്യമായിട്ടും ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചേ. ജസ്റ്റ് കോൾ ഓഫ് ദ വെഡിങ്. ഞാനിത് വിശ്വസിക്കില്ല. അവനെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്ന് വിശ്വസിക്കും. ഓക്കെ, അവനെ കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. എന്തായാലും പോവത്തെ, ഒരാവശ്യത്തിന് ചെക്കനെ കൊണ്ടുവരാന്ന് പറഞ്ഞതോ. എന്റെ ദൈവമേ. അവൾ ചുറ്റിലൊന്ന് നോക്കി. Give me a second. ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കാന്നറിയോ? വാ വാ വാ. അവൾ അവനെ വലിച്ചു കൊണ്ടുപോയി. ഏതടാ പെണ്ണ്? എന്ത്? അങ്ങോട്ട് നോക്ക്, നമ്മുടെ ആരെങ്കിലും വലിച്ചുകൊണ്ടു പോകുന്ന പെണ്ണ്. ഞാൻ കാണുന്നത് തന്നെയാണോ നീ കാണുന്നേ? ആടെ പൊട്ടാ. ഏതടാ അവള്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്. ഹലോ, നിങ്ങളാരാ? എനിക്കറിയായിരുന്നു ഇതിങ്ങനെ അവസാനിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ മുൻകൂട്ടി വരാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ വിശ്വാസമായല്ലോ. ഞാനിത് വിശ്വസിക്കില്ല. നമ്മൾ 2 years ആയി പ്രണയത്തിലാ. ഇത് ചേട്ടനറിയില്ല.
സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആരെ വിളിച്ചുകൊണ്ട് വന്നേക്കാ ബോയ് ഫ്രണ്ടാന്നും പറഞ്ഞു. ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ലവേഴ്സ് ആണെന്നതിന് എന്തെങ്കിലും പ്രൂഫ് കാണിക്കേ. പ്രൂഫ് അല്ലേ? എന്താ ഈ പ്രൂഫ് മതിയാവില്ലേ? ലിപ് കിസ് ചെയ്യണോ? ആരും പോലും നമ്മളോട് പറഞ്ഞില്ലല്ലോ. ഓക്കെ ബൈ. Sorry, and thank you so much for your help. Bye. Bye, brothers. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും വരുന്നു, കൊടുക്കുന്നു, പോകുന്നു. ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇവിടെ സത്യമായിട്ട് ആ പെണ്ണേതാണെന്ന് എനിക്കറിയില്ല. അവൾ പെട്ടെന്ന് തന്നെ വന്ന് വലിച്ചുകൊണ്ട് പോയി ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോ അതിനുശേഷം തന്ന കിസ്സിന് എന്താണ് അതിനർത്ഥം? അറിയാത്ത ചെക്കന് കിസ് കൊടുക്കൂ, അതും പോരാതെ ലിപ് കിസ് കൊടുക്കണോന്നൊരു ചോദ്യം. എൻ്റെ അമ്മേ. പക്ഷെ അളിയ, ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതും ശരിയാ, എനിക്കും അങ്ങനെ തോന്നി. എനിക്കും. അബി അവൻ്റെ ഇൻസ്റ്റ തുറന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നി. ഇതാ അർജി പെണ്ണ്. നോക്കട്ടെ. ശരിയാ, സെയിം തോന്നി. പക്ഷെ ഞാൻ അവിടെ ഇൻസ്റ്റയിൽ കണ്ടിട്ടില്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാലേ കാണും. ഈ മാവേലിയെ പോലെ ആണ്ടിൽ വന്ന ഇത് കാണൂല. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഇൻസ്റ്റയിലല്ല, വേറെ എവിടെയോ കണ്ട പോലെ തോന്നിയെന്നാ ഞാൻ പറഞ്ഞേ. എന്താ മോനെ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുൻജന്മ ബന്ധം അങ്ങനെ എന്തെങ്കിലും? എന്തായാലും ആ കുട്ടിക്ക് ആ ചിക്കൻ ഇഷ്ടമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, വാ, പണിയുണ്ട്. ഇവരിത് എന്ത് പിച്ചിന്തെയ്യാ പറയുന്നേ? നീട്ടെ, പോയി പണി നോക്ക്. ആരുടെ പൊട്ടിച്ചേ? അയ്യോ, ഈ പേരും പറഞ്ഞേക്കൊണ്ട് ഞാൻ തേണ്ടി പൈസ വലിക്കൂലോ. എവിടെയാ ഞാൻ കണ്ടേ? ഞാനവനെ കിസ് ചെയ്തു. അയ്യോ, അവനെന്ത് വിചാരിച്ചു കാണും? എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു. നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? ഇനി അവനതിന് കാണാൻ പോകുന്നില്ലല്ലോ. ശരിയാ, അത് വിട്.